മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ആദിലയും നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത് ജിസേലിനെ കുറിച്ചാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ, അവൾ എന്ത് നല്ല സ്ട്രോങ് ആണ്, ആര്യനെ പിടിച്ച് അവിടെ വെച്ചത് കണ്ടില്ലേ. ഇന്നാൾ നമ്മൾ കബഡി കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവൾ നല്ല സ്ട്രോങ് ആണ്. നമ്മളങ്ങനെ എതിർ ടീമിൽ വന്നു കഴിഞ്ഞാൽ അവൾ നമ്മളെ എടുത്തിട്ടെറിയും, അത് ഉറപ്പാണ്. നമ്മളെല്ലാവരും അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞങ്ങൾക്ക് ഇന്നലെ രണ്ടൊരു ജാക്കറ്റ് കണ്ടില്ലേ, പെട്ടെന്ന് ഞങ്ങളല്ല അത് വാങ്ങിയത്, അത് ഞങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ്. പിന്നെയാണ് അതെനിക്ക് ഓർമ്മ വന്നത്. ഇത് ആരുടെയെങ്കിലും ആണോ എന്ന് ഞങ്ങൾ ചോദിച്ച സമയത്ത് ജിസേലിന് പറഞ്ഞത് കേട്ടില്ലേ, ഓ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സുകളൊന്നും ഇടാറില്ല എന്ന് പറഞ്ഞ് ഒരാക്കിയ സംസാരം കേട്ടില്ലേ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോളോട് ആദില പറയുന്നുണ്ട്, അവൾ കുറച്ച് പൈസക്കാരി ആയതുകൊണ്ട് പൈസയുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ എന്നുള്ളൊരു ജാടയാണ്. നമ്മൾ പാവപ്പെട്ടവരായത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അവൾ പൈസ ഉള്ളതും കൊണ്ടാണ് അവിടെ ഇച്ചിരി തുണി ഇവിടെ ഇച്ചിരി തുണി ഇട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും 100 ദിവസം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടേ ഞാൻ പുറത്തു പോകുകയുള്ളൂ. ഇപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെയായി. കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് ആദില ചോദിക്കുന്നുണ്ട്. ഇന്നലെ നീ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണമെന്ന് പറഞ്ഞു, ഇപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇവരെല്ലാവരും ഞാനിവിടെ 100 ദിവസം നിൽക്കുന്നതാണ് പറയുന്നത്. എന്താണെങ്കിലും ഞാനിവിടെ നിൽക്കുക തന്നെ ചെയ്യും. ഇവർക്ക് എന്നെ വേഗം തന്നെ പുറത്താക്കാനാണ് ആഗ്രഹം. അത് ഞാൻ എന്താണെങ്കിലും സാധിച്ചു കൊടുക്കും. ഇവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടല്ലോ, എനിക്ക് കുറേ പൈസയുണ്ട് എന്ന്. അത് ഞാനും സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് പോയാലോ എന്ന്. ഇപ്പോൾ പക്ഷേ അതിലൊക്കെ ഒരു സുഖവും സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെയാണ് ഞങ്ങൾ, സ്വന്തം വഴി വെട്ടിത്തെളിച്ചാണ് ഞങ്ങളും ഇവിടെ എത്തിയത്.